വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വ്ളോഗ് എന്ന് പറയുന്നത് നമ്മുടെ വീടിന്റെ ഒരു ചെറിയൊരു മേക്ക് ഓവർ വ്ളോഗാണ്. മേക്ക് ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഫുള്ളായിട്ടുള്ള മേക്ക് ഓവറോ കാര്യങ്ങളോ ഒന്നുമല്ല. നമ്മളിവിടെ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. അപ്പം കുറേ ആയി ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നത്, അതായത് കുറേ ആയി ഞാനും അജയും ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത് നമുക്കിപ്പം വീടിന് ചെറിയൊരു ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അതായത് മെയിനായിട്ട് ഇപ്പം വാൾ പേപ്പർ, പിന്നെ ഒരു റൂം യൂട്യൂബ് സ്റ്റുഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്നൊക്കെ ഞങ്ങൾ കുറേ ആയി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോഴൊക്കെ നമുക്കൊരു അപ്പുറത്തെ വീട്ടിലെ ജാക്ക് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ വീടിന് ഫുള്ള് വൈറ്റ് പെയിന്റ് ആണ് ചെയ്തത്. കാരണം നമ്മൾ ഈ വീട്ടിലേക്ക് താമസം മാറുന്ന സമയത്ത് ഇത് മൊത്തം യെല്ലോ കളർ പെയിന്റ് ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ അതെല്ലാം മാറ്റിയിട്ട് ഫുള്ള് വൈറ്റ് കളർ പെയിന്റ് കൊടുത്തു. അതായത് ബേസ് നമ്മൾ വൈറ്റ് കളറാണ് പെയിന്റ് കൊടുത്തത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചില വാൾപേപ്പർ ചെയ്യാൻ പോവാണ്. വാൾപേപ്പർ ചെയ്യുന്ന ആൾക്കാർ ഇന്ന് വരും. കാര്യമായിട്ടുള്ള വലിയൊരു ഇന്റീരിയർ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ഓൺ ഹൗസ് അല്ല, നമ്മളിത് റെന്റിനെടുത്ത ഹൗസാണ്. നമുക്കൊരു റെന്റ് ഹോം ആണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇന്റീരിയറും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഒരു 11-11:30 ആകുമ്പോൾ വാൾപേപ്പർ ചെയ്യുന്ന ആൾക്കാർ വരുന്ന പറഞ്ഞത്. അപ്പൊ അവർ വന്നിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇവിടെ നമുക്ക് ചെറിയൊരു ഡൈനിങ് ടേബിൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഈ സോഫയുടെ കോഫി ടേബിൾ ആണ് ഇവിടെ വെച്ചത്. പിന്നെ ഇത് പൂജാമുറിയാണ്. പിന്നെ ഇവിടുന്ന് നേരെ നമുക്ക് കിച്ചണിലേക്കുള്ള ആക്സസ് ഉണ്ട്. കിച്ചൺ അത്യാവശ്യം നല്ല വലിയൊരു കിച്ചണാണ്. പിന്നെ ഈ കാണുന്നത് ഒരു ബെഡ്റൂം ആണ്. ഇത് വേറൊരു ബെഡ്റൂം ആണ്. യൂട്യൂബ് സ്റ്റുഡിയോ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ സ്പേസ് എല്ലാം താഴെയാണുള്ളത്. ആക്ച്വലി ഇത് 2 നിലയുള്ള വീടാണ്. അപ്പൊ മുകളിലാണ് നമ്മൾ താമസിക്കുന്നത്. മുകളിൽ 2 BHK ആണ്. അതാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തന്ന റൂം. പിന്നെ ലിവിംഗ് റൂമും കിച്ചണും എല്ലാം. താഴെ ഒരു 1 BHK വരുന്ന സ്പേസ് ആണ്. അവിടെയാണ് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്ന നമ്മുടെ സ്പേസ് എല്ലാം. എടാ രാവിലെ കാര്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പം ഞാനൊരു തട്ടിക്കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കി. ഇതേ 2 പേര് ഇവിടെ കൊതി വിടുന്നുണ്ട്. പിള്ളേർ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. പക്ഷെ എന്നാലും അവർക്ക് ഞാൻ ഫുഡ് എന്തെങ്കിലും കഴിക്കുമ്പോൾ ഭയങ്കര കൊതിയായിരിക്കും. ഇല്ല ഇത് നിങ്ങളുടെ ഫുഡല്ല, ഇത് എൻ്റെ ഫുഡാണ്. അപ്പം ഞാൻ എന്തായാലും വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. കാരണം വാൾപേപ്പർ ചെയ്യുന്ന ആൾക്കാർ ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തുന്നാ പറഞ്ഞേ. ഇല്ല നിനക്കുള്ളതല്ല, കൊതി വിട്ടിട്ടൊന്നും കാര്യമില്ല. ആരും എപ്പോഴും ഇങ്ങനെയാണ്. അപ്പം നമ്മുടെ വാൾപേപ്പർ ചെയ്യുന്ന ആൾക്കാർ ദേ ഇവിടെ എത്തിയിട്ടുണ്ട്. തൊടുപുഴയിലുള്ള ട്രയാങ്കിൾ ഫ്ലോറിങ്സ് ആൻഡ് വാൾ കവറിങ്സ് എന്നാണ് നമ്മൾ വാൾപേപ്പേഴ്സ് എല്ലാം കസ്റ്റമൈസ് ചെയ്ത് എടുത്തത്. എനിക്കും അജയ്ക്കും കളേഴ്സ് ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വൈബ്രൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സാണ് കസ്റ്റമൈസ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതേ വാൾപേപ്പേഴ്സ് അവർ കട്ട് ചെയ്യാണ്. ഇത് ആക്ച്വലി റോളായിട്ടാണ് വരുന്നത്. അപ്പം ഇവിടെ ടേബിളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർ ഫ്ലോറിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വോളിനും വേണ്ട ഡിസൈനനുസരിച്ചിട്ട് അവരിത് ആദ്യം കട്ട് ചെയ്ത് ഇതുപോലെ റോളാക്കി വെക്കും. അത് കഴിഞ്ഞിട്ട് അവർ വോളിൽ ഗമ്മെല്ലാം അപ്ലൈ ചെയ്യും. എന്നിട്ടാണ് വാൾപേപ്പേഴ്സ് ഇതിൻ്റെ മുകളിൽ ഒട്ടിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ താഴത്തെ ഫ്ലോറിലാണ് ഇവർ ഫസ്റ്റ് വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു റൂമാണ് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതും. അപ്പം ഞാൻ ബോനി ആരോനി മുകളിലത്തെ ഫ്ലോറിൽ നിർത്തിയതാണ്. കാരണം അവർ താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് മര്യാദയ്ക്ക് വാൾപേപ്പർ ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ 2 പേരെയും മുകളിൽ ലോക്ക് ചെയ്തിട്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ എല്ലാ വാൾപേപ്പേഴ്സും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എടുത്താണ്. കാരണം ഞങ്ങൾക്ക് കളേഴ്സ് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളെല്ലാം ഒരു വൈബ്രന്റ് കളർ തീമിലാണ് നമ്മൾ എല്ലാ വാൾപേപ്പേഴ്സും കസ്റ്റമൈസ് ചെയ്തത്. ഇതേ വരുമ്പോഴത്തേനും നമുക്കിപ്പം 2 പീസ് 3 പീസായിട്ട് പ്രിന്റ് ചെയ്യണേ. അപ്പം ഓരോ പീസിലേക്കുള്ള പീസ് കുറച്ചൊരു 5 സെന്റി 10 സെന്റി കയറ്റി ഓവർലാപ്പ് ചെയ്താണ് പ്രിന്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ഓരോ പീസ് വെക്കും. ആ പീസിന്റെ മേളിലേക്ക് ആ ഒരു അടുത്ത പീസ് വെച്ച് ഓവർലാപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് നമ്മൾ പ്ലെയിൻ ആയിട്ട് സ്ട്രേറ്റ് കട്ട് ചെയ്ത് വിടുമ്പോൾ നമുക്ക് ആ 2 പീസ് എടുത്ത് മാറ്റുമ്പോൾ നമുക്ക് ഷേപ്പ് ജോയിന്റ് പക്കയായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെയാണ് കസ്റ്റമൈസ് ചെയ്യുന്നത്. നമ്മളിപ്പോ വാൾപേപ്പർ വീട്ടിൽ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണ്ടേ? വേറൊന്നുമില്ല, നമുക്ക് ഒന്ന് വാൾപേപ്പർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഫൈനൽ സ്റ്റേജ് ചെയ്താൽ മതി. കാരണം ബാക്കിയുള്ള നമുക്ക് പൊടികളും കാര്യങ്ങളൊക്കെ ഒതുങ്ങി ഏറ്റവും നമുക്ക് വീണ്ടും ഫൈനൽ ക്ലീനിങ് തൊട്ട് മുന്നേ ആയിട്ട് ചെയ്താൽ മതി. പിന്നെ ഒന്ന് വാളെന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് ഒരു പുട്ടി ഫിനിഷ് വാളായിരിക്കും നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ബാക്കി പറഞ്ഞാൽ നമുക്ക് നോർമൽ ഒരു ഈ പറഞ്ഞ തേച്ചേക്കുന്ന ഒരു ഭിത്തിയാണെങ്കിൽ അതിനകത്ത് പല അൻഡുലേഷൻസും ഉണ്ടാവും. ചിലപ്പോൾ ചെറിയ മുഴപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ തേപ്പിൻ്റെതായ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് പേപ്പർ ഡാമേജ് ആവാനും പേപ്പറിന്റെ ഫിനിഷ് കുറച്ചുകൂടെ കുറവായിരിക്കും. പുട്ടിവാളാണെങ്കിൽ നമുക്ക് ഇവിടെ നല്ല ഫിനിഷിലും നമുക്ക് മൊത്തം ആ ഒരു പക്ക ഫിനിഷ് നമുക്ക് പേപ്പർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഒരു വാൾ വരുന്നത്. പിന്നെ വേറെ കെയർ ഒന്നും ചെയ്യേണ്ട, ഏറ്റവും ഫൈനലായിട്ട് കാരണം വേറെ ഡാമേജ് വരാനൊന്നുമില്ല. കാരണം ബാക്കി പൊടികളും കാര്യങ്ങളൊക്കെ ഒതുങ്ങിയിട്ട് ചെയ്യുവാണെങ്കിൽ കുറേ നല്ലതായിരിക്കും. കാരണം പിന്നെ നമുക്ക് പേപ്പർ ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ അതിലോട്ട് പൊടി കയറി പിടിക്കുവോ അത് ക്ലീൻ ചെയ്യേണ്ട ഒരു അവസരം നമുക്ക് ഉണ്ടാവില്ല ലാസ്റ്റ് ഏറ്റവും ഫൈനൽ സ്റ്റേജ് ചെയ്യുവാണെങ്കിൽ. ഇപ്പൊ അതേപോലെ വാൾപേപ്പർ ചെയ്യുവാണെങ്കിൽ വോളില് നമുക്ക് ബേസ് പെയിന്റ് എപ്പോഴും വൈറ്റ് ആണോ ചെയ്യുന്നത്? ബേസ് വൈറ്റ് ആയിരിക്കും കുറേ ബെറ്റർ. കാരണം നമ്മളിപ്പോ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ വൈറ്റ് തീമിൽ ഒരു പേപ്പറാണ് എടുക്കണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു ഡാർക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ റെഡോ ബ്ലാക്കോ അങ്ങനെയൊക്കെയുള്ളൊരു പെയിന്റ് ആണ് കിടക്കണമെങ്കിൽ
നമുക്ക് ഗം അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില പേപ്പറിൽ നമുക്കത് കുറച്ചുകൂടെ നമ്മുടെ പ്യൂർ വൈറ്റ് എന്നുള്ള ആ ഷെയ്ഡ് കുറച്ചുകൂടെ മാറി നിൽക്കും. അപ്പൊ ഏറ്റവും നല്ലൊരു വൈറ്റ് ഷെയ്ഡ് ആയിരിക്കും. ഇപ്പൊ ഈ പറയുന്ന പോലെ നമുക്ക് പുതിയ വീടൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് എമൽഷനോ കാര്യങ്ങളൊന്നും വേണ്ട, പുട്ടിയിട്ട് ഒരു കോട്ട് പ്രൈമർ. കാരണം വെച്ചാൽ പുട്ടി അടിച്ചു കഴിയുമ്പോഴത്തേനും നമുക്ക് ആ പുട്ടിയുടെ പൗഡർ അതിനകത്ത് ഉണ്ടാവും. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ ഗം അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഗം ഈ പുട്ടിയിലേക്ക് വലിഞ്ഞു പോയിക്കൊണ്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ പൗഡർ മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ പൗഡറിന്റെ ആ ഒരു ഇതങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു കോട്ട് ഏതെങ്കിലും കുറഞ്ഞൊരു പ്രൈമർ അടിക്കുവാണെങ്കിൽ നമുക്ക് ആ പൊടി അങ്ങ് മാറി കിട്ടും. അങ്ങനെ നേരെ അപ്ലൈ നമുക്ക് എമൽഷന്റെ ആവശ്യമൊന്നുമില്ല. ഒരു കോട്ട് ജസ്റ്റ് പുട്ടി അടിക്കുക, ഒരു കോട്ട് പ്രൈമർ അടിക്കുക, അത്രേ നമുക്ക് ആവശ്യമുള്ളൂ. അതിന്റെ നമ്മുടെ വർക്ക് റൂമിൻ്റെ വാൾപേപ്പേഴ്സ് ആണ് ഫസ്റ്റ് തന്നെ ചെയ്യുന്നത്. അപ്പം വർക്ക് റൂമിൽ നമ്മളൊരു മൾട്ടി കളേഴ്സ് ആയിട്ടുള്ള ഒരു വാൾപേപ്പേഴ്സ് ആണ് സെറ്റ് ചെയ്തത്. അതായത് എല്ലാ കളേഴ്സും ഉണ്ട്. കാരണം ഏറ്റവും കൂടുതൽ ടൈം നമ്മൾ എപ്പോഴും സ്പെൻഡ് ചെയ്യാറ് വർക്ക് റൂമിലാണ്. അപ്പം ഞാനും അജയും തീരുമാനിച്ചു അവിടെ എല്ലാ കളേഴ്സും ആയിട്ടുള്ള ഒരു വാൾപേപ്പർ തന്നെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാന്നുള്ളത്. ഞാൻ അതേ പിള്ളേരെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറക്കിയതാണ്. കാരണം കുറച്ചധികം സമയം അവരെ മുകളിൽ തന്നെ ലോക്ക് ചെയ്ത് വെച്ചിട്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറക്കിയാണ്. അവർക്ക് എന്തെങ്കിലും പോട്ടിയോ സൂസോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ. ഇനിയുള്ള വാൾപേപ്പേഴ്സ് എല്ലാം ചെയ്യുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. കാരണം ഉച്ചയ്ക്ക് ശേഷം ഒരു സ്റ്റാഫും കൂടെ വരുമെന്നാണ് ദീപക് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഇനി ബാക്കിയുള്ള വാൾപേപ്പേഴ്സ് എല്ലാം സെറ്റ് ചെയ്യുന്നത്. 2 പേരായതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വർക്ക് റൂം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലഞ്ചെല്ലാം കഴിച്ച് അവരിതേ നമ്മുടെ വാൾപേപ്പേഴ്സിൻ്റെ പണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാൾപേപ്പർ നമ്മുടെ ലിവിങ് റൂമിലാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ലിവിങ് റൂമിൽ നമ്മളൊരു ടീൽ കളർ കോംബോ വാൾപേപ്പറാണ് സെറ്റ് ചെയ്യുന്നത്. എനിക്കും അജയ്ക്കും ടീൽ കളർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ലിവിങ് റൂമിൽ തന്നെ ടീൽ കളർ സെറ്റ് ചെയ്യാന്നുള്ള. കാരണം നമ്മൾ എപ്പോഴും ടി വി കാണുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഗസ്റ്റ് വരുവാണെങ്കിലൊക്കെ എപ്പോഴും നമ്മൾ ലിവിങ് റൂമാണല്ലോ ഒരു വീടിൻ്റെ ഫസ്റ്റ് ആയിട്ടുള്ളൊരു റൂം എന്ന് പറയുന്നത്, എപ്പോഴും ലിവിങ് റൂമാണല്ലോ. അപ്പം ഞങ്ങൾ ടീലാണ് ലിവിങ് റൂമിന് കൊടുക്കുന്നത്. നെക്സ്റ്റ് അവർ ചെയ്യാൻ പോകുന്നത് ബെഡ്റൂമിലാണ്. ബെഡ്റൂമിൽ നമ്മളൊരു പിങ്ക് കളർ കോംബോ വരുന്ന ഒരു വാൾപേപ്പറാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ, അതായത് വാളിൽ ഗമ്മ് ചെയ്യുന്നതിൻ്റെ മുന്നേ അവർ ജസ്റ്റ് വോളൊന്ന് ഇങ്ങനെ സ്ക്രബ് ചെയ്യും. ഇതെന്തിനാണ് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നല്ല രീതിയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഇവർ വാളിൽ ഗമ്മെല്ലാം അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് ശേഷം ഒരു സ്റ്റാഫും കൂടെ വരുന്നുള്ളൂ. അപ്പോൾ ഇപ്പം ടോട്ടൽ 3 ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നാണ് വാൾപേപ്പർ ഇവർ സ്റ്റിക്ക് ചെയ്യുന്നത്. പെയിൻറ്റ് പോലെയല്ല കേട്ടോ വാൾപേപ്പർ. കാരണം ഇവർ ഇത് വന്ന് ഗം അപ്ലൈ ചെയ്തിട്ട് വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് കുറേ ജോലി ചെയ്യാനോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വീട് എപ്പോഴും ഭയങ്കര ക്ലീൻ ആയിരിക്കും. പെയിൻറ്റ് ആവുന്ന സമയത്ത് എപ്പോഴും ഭയങ്കര പൊടിയും പിന്നെ അതേപോലെ പുട്ടിയുടെ പൊടിയും അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. പക്ഷേ ഈ വാൾപേപ്പർ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടാവത്തില്ല. കാരണം വീട് എപ്പോഴും ഭയങ്കര നീറ്റ് ആയിരിക്കും. ജസ്റ്റ് ഗം അപ്ലൈ ചെയ്യുക, വാൾപേപ്പർ സ്റ്റിക്ക് ചെയ്യുക, അത്രേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതേ ലാസ്റ്റ് വാൾപേപ്പറും കൂടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ വീട്ടിലെ വാൾപേപ്പേഴ്സ് സെറ്റ് ചെയ്തതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു ചെറിയൊരു വ്ളോഗാണ്. കാരണം എങ്ങനെയാണ് നമ്മൾ വീട്ടിൽ വാൾപേപ്പേഴ്സ് സെറ്റ് ചെയ്യുന്നത്, അതേപോലെ വാൾപേപ്പേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, പിന്നെ എങ്ങനെയാണ് ഈ വാൾപേപ്പേഴ്സ് ഈ വോളിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു ചെറിയൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ വ്ളോഗ് ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഇസ് അഞ്ജന സൈനിങ് ഓഫ്.